നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയാൻ നോക്കരുത്. അതുകൊണ്ടാണ് യൗവനക്കാരും യുവതികളോടൊക്കെ പറയാം, ഈ റിലേഷൻഷിപ്പ്, ബോയ്ഫ്രണ്ട്, ഗേൾഫ്രണ്ട് എല്ലാം നിങ്ങളുടെ മനസ്സിനെ വഷളാക്കും. നിങ്ങൾ എത്തേണ്ടിയ ദർശനത്തിലേക്ക് എത്തിക്കുന്നതിന് അത് തടസ്സമാക്കും. നിങ്ങളുടെ മനസ്സ് എന്തിനായിരിക്കണം? ദർശനത്തിലായിരിക്കണം. എങ്ങനെ എന്റെ ജീവിതം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാൻ ആക്കി വെച്ചിരിക്കുന്ന ഞാൻ, ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന എനിക്ക് അത്രയ്ക്ക് താഴാൻ പറ്റത്തില്ല. സോ മനസ്സിനകത്ത് പിശാചിന്റെ തന്ത്രം എന്താ? കോട്ടകൾ കെട്ടുക. എന്റെ തന്നെ വിളിയും തെരഞ്ഞെടുപ്പ് എന്താന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ടുള്ളതെല്ലാം ചെയ്യുക. അതാണ് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചെന്ന് മലയാളത്തിൽ ഇരിക്കുമ്പം ഇംഗ്ലീഷിൽ ഗേർഡ് അപ്പ് ദ ലോയൻസ് ഓഫ് യുവർ മൈൻഡ്. ക്രിയേറ്റീവ് പവർ അവിടെ ആയിരിക്കുന്നു. നിരൂപണങ്ങളാണ് മുഴുവൻ ഇരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഒരു വിളിയ. അതിന് തക്കവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം. അതാണ് വിശുദ്ധ. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിക്കപ്പെട്ട നിലയിൽ എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, എല്ലാത്തിലും ഒരു വേർതിരിഞ്ഞ ആള്, ഒരു വ്യത്യസ്തനാണല്ലോ എന്ന് പറയണം.